എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിന് പിന്നാലെ സെന്റ് മേരീസ് ബസിലിക്കയിൽ കുർബാനയ്ക്ക് വിലക്ക്. ഹൈക്കോടതിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. തർക്ക പരിഹാരത്തിനായി റിട്ടയർഡ് ജസ്റ്റിസ് ടി.ആർ. രാമചന്ദ്രൻ നായരെ ഹൈക്കോടതി മധ്യസ്ഥനായും നിയോഗിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. വിഷ്ണു, ദീർഘനാളായി തുടരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ വരുന്നത്? ഒരു ഇടവേളയ്ക്ക് ശേഷം പള്ളി തുറന്നു നൽകിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും പ്രതിഷേധം ശക്തമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് മാർ ജോസഫ് പാംബ്ലാനി ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് കുർബാന അർപ്പിക്കാനടക്കം പ്രാർത്ഥനാ ചടങ്ങുകളുമായി മുന്നോട്ട് പോകുന്നതിനടക്കം പോലീസ് സംരക്ഷണം വേണമെന്നായിരുന്നു ആവശ്യം. ആ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയാണ് ഇപ്പോൾ ചില നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ സെന്റ് മേരീസ് ബസിലിക്കയിലെ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു മധ്യസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് ടി.ആർ. രാമചന്ദ്രൻ നായരാണ് ആ ചുമതല വഹിക്കേണ്ടത്. പ്രതിഷേധക്കാർ നാളെ 5 മണിക്ക് മുൻപ് പള്ളിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പള്ളിയിലേക്ക് ആരാധനയ്ക്ക് വരുന്ന ആരെയും തടയാൻ പാടില്ലെന്നും പ്രാർത്ഥിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സെന്റ് മേരീസ് ബസിലിക്കയിൽ കുർബാനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാമോദീസ പോലുള്ള മറ്റു ചടങ്ങുകൾ, കല്യാണം പോലുള്ള മറ്റു ചടങ്ങുകളൊക്കെ ആവാം. പക്ഷേ കുർബാന, ഹോളി മാസ് അത് നിലവിൽ അതിന് വിലക്ക് ഉണ്ട്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിൽക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് കുർബാനയ്ക്ക് വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് ഇരുകൂട്ടരും പ്രതീക്ഷിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.